നമസ്കാരം. ഞാൻ ഡോക്ടർ സജീവ് കുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. 2024 നവംബർ 26 ദേശീയ വിരവിമുക്ത ദിനമാണ്. ഈ ദിവസം ഇന്ത്യയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിരയ്ക്കുള്ള ആൽബൻഡസോൾ ഗുളിക നൽകുന്നതാണ്. കുട്ടിക്ക് കഴിഞ്ഞ മാസം വിരയുടെ മരുന്ന് കൊടുത്തതാണല്ലോ, കുട്ടിക്ക് വിരയുടെ അസുഖമില്ലല്ലോ, ഇത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ മാതാപിതാക്കൾ സ്ഥിരമായി ഈ ദിവസം ചോദിക്കാറുണ്ട്. കേരളത്തിൽ വലിയ ആരോഗ്യ പ്രശ്നമല്ലെങ്കിലും ഇന്ത്യയിൽ ഒട്ടാകെ നോക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വിളർച്ച, പോഷകാഹാരക്കുറവ്, വളർച്ചക്കുറവ്, പഠന വൈകല്യങ്ങൾ എന്നിവയുടെയൊക്കെ ഒരു പ്രധാന കാരണം ഈ വിരബാധയാണ്. നമ്മൾ പലപ്പോഴായി വിരയ്ക്ക് ആൽബൻഡസോൾ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഇത് വീണ്ടും വരുന്നതായിട്ടാണ് കാണുന്നത്. കുട്ടികൾ ചെരുപ്പിടാതെ മണ്ണിൽ നടക്കുമ്പോഴും ആഹാരം പാകം ചെയ്യാതെ കഴിക്കുമ്പോഴും വീണ്ടും അവർക്ക് വിരബാധയുണ്ടാകുന്നു. ഇതിന് റീഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ദേശീയ വിരവിമുക്ത ദിനത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം ഈ ആൽബൻഡസോൾ ഗുളിക നൽകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം എല്ലാ കുട്ടികളിൽ നിന്നും വിര നശിച്ചു പോകാൻ ഇടയാകുന്നു. ഇതുമൂലം വീണ്ടും കുട്ടികൾക്ക്, അതായത് റീഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറയുന്നു. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും 1 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഈ ദിവസത്തിൽ തന്നെ ആൽബൻഡസോൾ ഗുളിക നൽകണം. ഇത് സിറപ്പായിട്ടല്ല ഇപ്പോൾ ലഭിക്കുന്നത്, ഗുളികയായിട്ടാണ് കിട്ടുന്നത്. 1 മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പകുതി ഗുളികയും 2 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ഗുളികയുമാണ് നൽകേണ്ടത്. ചെറിയ കുട്ടികൾക്ക് ഈ ഗുളിക വെള്ളത്തിൽ അലിയിപ്പിച്ച് കൊടുക്കാം. പ്രായമുള്ള കുട്ടികളത് ചവച്ചരച്ച് വേണം കഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ ഇന്നേ ദിവസം ഈ മരുന്ന് കഴിക്കാൻ വിട്ടുപോയിട്ടുള്ളവർ ഡിസംബർ 3 വീണ്ടും ആൽബൻഡസോൾ ഗുളിക കഴിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.